അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖം തന്നെയാണ് അല്ലേ? ഓക്കെ, എത്രാമത്തെ നോമ്പാണ്? എത്ര നോമ്പ് നോറ്റു ഓരോരുത്തരും? ഒന്ന് കമന്റ് ചെയ്താട്ടെ. മാഷാ അല്ലാ. ഒരുപാട് കുട്ടികൾ 10 നോമ്പും നോറ്റു, 11ാമത്തെ നോമ്പും എടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ. ചില ചെറിയ കുട്ടികളൊക്കെ രോഗം കാരണമൊക്കെ ചില നോമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഏതായാലും അവർക്ക് രോഗമില്ലെങ്കിൽ അവർ നോക്കുമായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് കൂലൊക്കെ കിട്ടിയോളും. ചെറിയ കുട്ടികളല്ലേ, ചെറിയ കുട്ടികളായതുകൊണ്ട് ഏതായാലും അല്ലാഹ് ഖൈറാക്കട്ടെ. നമ്മുടെ ബാലവേദിയുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. മാഷാ അല്ലാ. പിന്നെ നമ്മളോട് നമ്മുടെ ബാലവേദി കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ പേര് ഷഹനാസ് എന്നാണ്. ഷഹനാസ് എന്ന കുട്ടിക്ക് ചിക്കൻ ബോക്സ് ആണ് ഉമ്മാക്കുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഈ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാ. നിസ്കരിക്കുമ്പോഴൊക്കെ സുജൂദിലൊക്കെ കിടന്ന് ഇൻഷാ അല്ലാ സുന്നത്ത് നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു ഖൈറാക്കി തരട്ടെ. എങ്കിൽ നമുക്ക് നമ്മൾ പ്രവേശിക്കല്ലേ നമ്മുടെ ഗെയിം, അഥവാ പേരെന്താണ്? ദ കീ ടു ജന്ന. പ്രവേശിക്കുകയാണ്. ഓക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി. പ്രവാചകനോട് ഒരാൾ ചെന്ന് ചോദിക്കുകയാണ്, ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? അതിന് അർഹത, എൻ്റെ സഹവാസം ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് ആർക്കാണ് എന്ന് ചോദിക്കുകയാണ്. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ ഉമ്മുക, നിന്റെ ഉമ്മനോടാണ് നീ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത്, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്റെ ഉമ്മാനെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഖാൽ സുമ്മമൻ, പിന്നെ ആരോടാണ് പ്രവാചകരെ? വീണ്ടും പ്രവാചകൻ ഏത് പേരാ പറഞ്ഞത്? ആരെ പറഞ്ഞത്? ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിക്കുന്നുണ്ട്, സുമ്മമൻ, പിന്നെ ആരോടാണ്? വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. 3 തവണയും പ്രവാചകൻ പറഞ്ഞത് ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് എന്നാണ്. 4ാമത് ചോദിച്ചപ്പോൾ, സുമ്മമൻ എന്ന് ചോദിച്ചപ്പോൾ, അബൂക്ക, നിന്റെ അബൂക്ക പറഞ്ഞ അപ്പുറത്തെ വീട്ടിലത്തെ അബുക്കയാണോ? അല്ല, ഇത് അബൂക്ക എന്ന് പറഞ്ഞാൽ, അറബിയിൽ അബൂക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ഉപ്പയോടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പം നമ്മുടെ മാതാപിതാക്കളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് നമ്മളെ നമ്മുടെ ഉമ്മ പ്രസവിച്ചത്. അതേപോലെ നമ്മുടെ ഉപ്പ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് നമ്മളെ വളർത്തുന്നത്, നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അവർക്കൊരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് നമുക്ക് വേണ്ടി അവർ അധ്വാനിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ നല്ല കുട്ടികളായി മാറുന്നതിൻ്റെ പിന്നിൽ അവരുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ആ പ്രാർത്ഥിച്ചവര് ഏതാണ്? ആ പ്രാർത്ഥന റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. ആ പ്രാർത്ഥന ചൊല്ലിയവരെന്ത് ചെയ്യുക? ഹാൻഡ് റൈസ് ചെയ്യുക, പേര് എഴുതുക. എല്ലാവരും പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പേര് എഴുതുക. ഓക്കെ, ഇന്നത്തെ ലെവലപ്പ് രസകരമായിട്ടുള്ളൊരു ഗെയിമാണ്. എന്താ അറിയോ? നിങ്ങൾ മൊബൈലിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കാൻ ചെയ്യുക. എന്നിട്ട് ജമീൽ ആപ്പ് കേട്ടിട്ടുണ്ടോ? ജമീൽ ആപ്പ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
ഏതായാലും ജമീൽ ആപ്പ് എല്ലാവരും എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതിൽ കിഡ്സ് ഗാലറി ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടി മനോഹരമായിട്ട് ഒരുപാട് ഗാനങ്ങളുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് ഗാനങ്ങളൊക്കെ അതിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് അങ്ങനെയുള്ള ഗാനങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ തേൻമൊഴി അതിൽ വരുന്നുണ്ട്. ഈ ജമീൽ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? യൂട്യൂബിൽ നമ്മളിങ്ങനെ നല്ലത് നോക്കുകയായിരിക്കും, പെട്ടെന്ന് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈ ഗെയിമിൻ്റെ വീഡിയോ നോക്കിയാലോ, ഗെയിം സ്ട്രീമിങ് ഇത് നോക്കിയാലോ, പിന്നെ ഈ വേറെ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ നോക്കി അവസാനം ഹറാമുകളിലേക്ക് എത്തും, വേണ്ടാത്തൊക്കെ നോക്കും. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജമീൽ ആപ്പ് അതിന് പകരമായിട്ടാണ് ജമീൽ ആപ്പ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അഥവാ ജമീൽ ആപ്പിൽ ഹറാമായിട്ടുള്ളൊന്നുമില്ല. അങ്ങനത്തെ ആപ്പ് തന്നെ ലോകത്തന്നെ വളരെ വിരളമായിരിക്കും. അപ്പോൾ ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഈ ലെവലപ്പിൻ്റെ പോയിൻ്റ് XP നിങ്ങൾ ഇടുക. ഓക്കെ, മാഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് സൂറത്തുൽ അലഖിലെ 15-16 ആയത്തുകളാണ്. നമുക്കതിൻ്റെ അർത്ഥം നോക്കിയാലോ? ഓക്കെ, 15-ാമത്തെ ആയത്ത് ഒന്ന് കേൾക്കുക. كلا لئن لم ينته لنسفعا بالناصية. 15-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം പറയാണ്, വേണ്ട, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അബൂജഹൽ പ്രവാചകനെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിയും എന്നുള്ളതിൻ്റെ സൂചനയാണ് അവിടെ പറയുന്നത്. അതേപോലെ 16-ാമത്തെ ആയത്ത് കേൾക്കുക. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅഹ. ഓക്കെ, 16-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം അതേ കള്ളവാദിയായ അബദ്ധക്കാരിയായ കുടുമ. ഇവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിനെ പറ്റിയാണ് പറയുന്നത്, അബൂജഹലിൻ്റെ കുടുംബയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാസിയത്ത് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ നമ്മളെ ബുക്ക്, നമ്മളെ റമദാൻ ക്വസ്റ്റിൽ അവസാനം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കമൻറ്റിൽ എഴുതി വിടുക ഇൻഷാ അല്ലാഹ്. ഇനി ഈ മാർക്കൊക്കെ കണ്ട് എത്ര കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയാണ് റയ്യാൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളത്? അവരൊക്കെ ഒന്ന് പേര് എഴുതുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ചില കുട്ടികളൊക്കെ ഷൈനിങ് സ്റ്റാർ ആയിട്ടുള്ളൂ, ചില കുട്ടികൾ റൈസിങ് സ്റ്റാർ ആയിട്ടുള്ളൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് അടുത്തിൽ നമ്മൾ റയ്യാൻ സൂപ്പർ സ്റ്റാർ തന്നെ ആവണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അഥവാ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്താലാണ് റയ്യാൻ സൂപ്പർ സ്റ്റാർ ആകുക അല്ലേ? ഓക്കെ, ഇനി ഇന്നത്തെ റമദാൻ ഡെയിലി സ്ട്രീക്കിൽ വളരെ കൂലി കിട്ടുന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഉമ്മാനെയും ഉപ്പാനെയും വീട്ടുകാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം അവരെ സഹായിക്കുക. ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ, അപ്പോൾ വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ ഞാൻ കോഴിക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊന്നും കഴിയില്ലല്ലോ അല്ലേ? അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഉമ്മാനെയും ഉപ്പാനെയും. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളെ റമദാൻ ഡെയിലി സ്ട്രീക്കിൻ്റെ പോയിൻ്റ് ഇടുക. ഓക്കെ, മാഷാ അല്ലാഹ്. എല്ലാവരും നല്ല കുട്ടികളാണ്, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, മാർക്ക് വരുന്നുണ്ട്, അതേപോലെ നല്ല കുട്ടികളായി മാറുന്നുണ്ട്. അല്ലാഹു ഏറ്റവും നല്ല കുട്ടികളായി മാറാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റമദാൻ മാസത്തിലെ സൽക്കർമ്മങ്ങൾ പ്ലാൻ ചെയ്യാൻ റമദാൻ ക്വസ്റ്റ് കൂടെ ഉണ്ടല്ലോ. അതിനോടൊപ്പം വിസ്ഡം ബാലവേദി ഒരുക്കുന്ന ഒരു കുഞ്ഞു സർപ്രൈസ് ഇതാ. നമ്മുടെ ടീം ബാലവേദി യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന റമദാൻ ക്വസ്റ്റ് വീഡിയോകൾ കാണുക. അതിന് താഴെ കമന്റ് രേഖപ്പെടുത്തുക.
കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് ദിവസവും സമ്മാനങ്ങൾ ലഭിക്കുന്നു. വേഗം തന്നെ വീഡിയോകൾ കാണൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.